2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ നടൻ വിജയ് ഇത് സംബന്ധിച്ച പ്രമേയം ഇന്ന് ചേർന്ന ടി.വി.കെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പാസാക്കി. ബി.ജെ.പിയുമായും ഡി.എം.കെയുമായും സഖ്യമില്ലെന്നും ടി.വി.കെ അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ശ്രീജിത്ത്, എന്താണെങ്കിലും വിജയ് അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എത്തരത്തിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കും? അത് സംബന്ധിച്ച് എന്താണ് വിലയിരുത്തൽ? സംഗീത രാഷ്ട്രീയത്തിലിറങ്ങിയ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വിജയ് തീരുമാനിച്ചിരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ടി.വി.കെ ഇന്ന് അവരുടെ എക്സിക്യൂട്ടീവ് യോഗം തമിഴ്നാട്ടിൽ നടന്നിരുന്നു. എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് പ്രമേയത്തിലാണ് ഇത് പാസ്സാക്കുന്നത്. ആ പ്രമേയത്തിൽ പറയുന്നത് ടി.വി.കെ നയിക്കാൻ മുഖ്യമന്ത്രിയാകാൻ വിജയ് തന്നെ വേണം. വിജയ് മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായും അധികാരത്തിലെത്താൻ കഴിയുമെന്ന് മാത്രമല്ല മറ്റ് കക്ഷികളുമായി ബി.ജെ.പി, ഡി.എം.കെ അടക്കമുള്ള ഒരു പാർട്ടികളുമായി യാതൊരുവിധ സഖ്യത്തിനും ടി.വി.കെ തയ്യാറല്ല. ഒറ്റയ്ക്ക് മത്സരിച്ച് അധികാരത്തിലെത്തും എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ ടി.വി.കെ ഉള്ളത്. എന്തായാലും വിജയ് മുഖ്യമന്ത്രിയാകുന്നു. ഒപ്പം തന്നെ ബി.ജെ.പിയെയും ഡി.എം.കെയും രൂക്ഷമായി വിമർശിക്കാനും ടി.വി.കെ തയ്യാറാകുന്നുണ്ട്. സഖ്യകക്ഷി ആകുന്നില്ല എന്നതിനപ്പുറത്തേക്ക് ബി.ജെ.പി തമിഴ്നാട്ടിൽ ഇന്ത്യയിൽ വർഗീയതയ്ക്കും ഭിന്നിപ്പിനും കളമൊരുക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ബി.ജെ.പിയുമായി യാതൊരുവിധ സഖ്യവുമില്ല. ഡി.എം.കെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ശിവഗംഗ കസ്റ്റഡി കൊലപാതകം അടക്കം ഡി.എം.കെക്കെതിരെ, ഡി.എം.കെ സർക്കാരിനെതിരെ, സ്റ്റാലിനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ടി.വി.കെയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും സഖ്യത്തിനില്ല. അതുമാത്രമല്ല ഒരുപക്ഷെ എ.ഐ.ഡി.എം.കെയുമായി ടി.വി.കെ സഖ്യം ഉണ്ടാക്കും എന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. അക്കാര്യവും വിജയ് നിഷേധിച്ചിട്ടുണ്ട്. ഒരു കക്ഷിയുമായും ബി.ജെ.പിയുമായും ഡി.എം.കെയുമായും എ.ഐ.എ.ഡി.എം.കെയുമായും സഖ്യം ഉണ്ടാകില്ല. ടി.വി.കെ ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ മത്സരിക്കുമെന്ന കാര്യം അസന്നിഗ്ധമായി ടി.വി.കെ പ്രഖ്യാപിക്കുന്നു. വിജയ് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. അതുമാത്രമല്ല സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വിജയ് തമിഴ്നാട്ടിലുടനീളം യാത്ര നടത്തുന്നുണ്ട്. എല്ലാ ജില്ലകളുടെയും എല്ലാ മണ്ഡലങ്ങളുടെയും കടന്നു പോകുന്ന യാത്രയായിരിക്കും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിയും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കും. ആ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും സർക്കാർ അധികാരത്തിലേറുക എന്നൊരു പ്രഖ്യാപനവും ഇന്നുണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനായിരിക്കും ടി.വി.കെ തുടക്കമിടുക. ഡി.എം.കെ രണ്ടാം തവണയും അധികാരത്തിലെത്താൻ ശ്രമിക്കുമ്പോൾ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് എ.ഐ.ഡി.എം.കെ. അതിന് ബി.ജെ.പിയുമായി സഖ്യം ചേർന്ന് കഴിഞ്ഞു അവർ. അങ്ങനെ ബി.ജെ.പി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെ മാറ്റി പുതിയ അധ്യക്ഷനെ കൊണ്ടുവന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കളം പിടിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം എ.ഐ.ഡി.എം.കെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ എ.ഐ.ഡി.എം.കെയും ബി.ജെ.പിയും ചേർന്ന് സഖ്യമുണ്ടാക്കി മത്സരിക്കുന്നു. ഡി.എം.കെ ഇടത് പാർട്ടികളും കോൺഗ്രസും അടക്കമുള്ള വിശാല മുന്നണിയുമായി മത്സരിക്കുന്നു. അവിടേക്കാണ് ടി.വി.കെ വരുന്നത്. സ്വാഭാവികമായും തമിഴ്നാട്ടിൽ ഒരു വലിയ രൂപത്തിലുള്ള മൂന്നാം മുന്നണിയായിട്ട് ടി.വി.കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഡി.എം.കെയിലും എ.ഐ.ഡി.എം.കെയിലും അസംതൃപ്തരായ കക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ടി.വി.കെ മുന്നോട്ട് പോവുക. അതിനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഒറ്റയ്ക്ക് നയിക്കാൻ വിജയ് തയ്യാറെടുക്കുന്നു. വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കോ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്കോ തുടക്കമിടുന്നതായിരിക്കും ഒരുപക്ഷെ ടി.വി.കെയുടെ രാഷ്ട്രീയ നിലപാടും മുന്നേറ്റവും. ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ വലിയ നിർണായകമാകും. വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിനും അത് നിർണായകമാകും. സംഗീത. ശരി ശ്രീജിത്ത്.